രാജ്യത്ത് ആദ്യമായി നമുക്കൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒന്നായിരുന്നു ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ഒരു വ്യക്തി കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത്. അതിഭീകരമായ അതിദാരുണമായ ആ രാത്രിയിൽ സാധാരണക്കാരിയായ നിരപരാധിയായ ഒരു സ്ത്രീയെ കൊച്ചി പോലൊരു നഗരത്തിലെ വാഹനത്തിൽ ഉള്ളിലിട്ട് പീഡിപ്പിക്കുന്നു, കൂട്ടബലാത്സംഗം ചെയ്യുന്നു. പ്രതികൾ അറസ്റ്റിലാവുന്നു. സ്വാഭാവികമായും അടിയന്തരമായി പരിഗണിക്കുകയും അതിവേഗം വിചാരണ നടപ്പിലാക്കുകയും അതിനുശേഷം ഏറ്റവും ഉത്തമമായ ശിക്ഷ ഈ പ്രതികൾക്കുണ്ടാവണമെന്നും അതിനേക്കാൾ ഉപരിയായി ഇതിനു പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, ഗൂഢാലോചന നടത്തിയവർക്കും കൃത്യമായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം മനുഷ്യനെ സ്നേഹിക്കുന്ന, മാനവികതയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും തോന്നും. നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും ഒടുക്കം 8.5 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ കുറ്റം തെളിഞ്ഞിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷ വിധിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് കോടതിയാണ്. പ്രതികൾക്ക് 20 വർഷത്തെ തടവ് ശിക്ഷയും 50,000 രൂപ പിഴയും വന്നിരിക്കുന്നു. കോളിളക്കമുണ്ടായ കേസാണിതെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ കൃത്യമായി പറയുന്നു. ഒരു പെൺകുട്ടിയുടെ അന്തസ്സിനെ ഹീനമായി ഹനിക്കുന്ന കുറ്റകൃത്യമാണ് പ്രതികൾ നടത്തിയതെന്നും കോടതി വിധിക്കുന്നുണ്ട്. വിധിയിൽ പ്രതികൾ 50,000 രൂപ പിഴ അടയ്ക്കണമെന്നും 1-ാം പ്രതി NS സുനിൽ എന്ന പൾസ സുനിയും, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി B മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർക്കാണ് കൂട്ടബലാത്സംഗ കേസിൽ 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കണം. നോക്കൂ, നമ്മുടെ നാട്ടിൽ എന്തിനാണ് കോടതി? നീതി മേടിച്ചു തരാനാണ്. എവിടെയാണ് നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്? ആ നീതി നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞു. ആരാണോ നീതി നിഷേധിച്ചത് അവരെ പ്രതികളായി കണ്ടുകൊണ്ട് അവർക്ക് ശിക്ഷ വിധിക്കും. വ്യക്തിപരമായി എനിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്, അതിനെ കോടതി പിന്താങ്ങും. അതിന് പകരമായി എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി എന്ന് പറയുന്നത് പ്രതികൾക്കുള്ള ശിക്ഷയാവുകയും അതിനുവേണ്ടി ചില ഇടങ്ങളിലൊക്കെ മോണിറ്ററി ബെനഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. ഇതിനൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കോടതി ഉള്ളത്. അടിസ്ഥാനപരമായി ധാർമ്മികതയെ, നിയമത്തെ, നീതിയെ സംരക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നത്. ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോൾ പക്ഷേ പ്രതികളുടെ പ്രായവും കുടുംബസ്ഥിതിയും കണക്കിലെടുത്ത് പ്രതികൾക്ക് കൂട്ടബലാത്സംഗ കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കോടതി വിധിച്ചത്. അങ്ങേറ്റം സെൻസേഷണൽ കേസെന്ന് കോടതി പറഞ്ഞെങ്കിലും അത് വിധിയെ ബാധിക്കില്ലെന്നും ജഡ്ജി വ്യക്തമാക്കുന്നുണ്ട്. പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിച്ചു. കേസിലെ നിർണായക തെളിവായ പെൻഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥർ ജാഗ്രത സൂക്ഷിക്കണമെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ മറുപടിയായി പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ വിധി കേട്ട ശേഷം കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നീതി കിട്ടിയില്ലെന്ന് അദ്ദേഹം പൊതുമധ്യത്തിൽ വിളിച്ചു പറയുന്നു. മിനിമം പണിഷ്മെന്റ് മാത്രമാണ് തന്നതെന്നും ഇതായിരുന്നില്ല പ്രതീക്ഷിച്ചതെന്നും കൃത്യമായ ഗൂഢാലോചന ഇങ്ങനൊരു ക്രൈമിന് പിന്നിലുണ്ട് എന്നും ആ ക്രൈമിന് പിന്നിൽ നിന്ന് ആളുകളെ കണ്ടെത്താനോ അതിനെ ശിക്ഷിക്കപ്പെടാനോ സാധിച്ചില്ല. മാത്രമല്ല, ഇങ്ങനെയല്ല കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നീറ്റൽ, അത് കോടതി കേട്ടില്ല എന്നും അഡ്വക്കേറ്റ് രാജകുമാർ വ്യക്തമായി പറയുന്നുണ്ട്. A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120Bക്കും 376Dക്കും 366ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 376Dയെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് പ്രോസിക്യൂഷൻ അല്ലല്ലോ. പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത്. തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ 8-ാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു അഭിഭാഷകനാണ്. ഏതിലെ ശിക്ഷയിൽ നിരാശകനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. അത് വേറെ കാര്യം. ശിക്ഷ കണ്ടുപോയാൽ അതിന്റെ അകത്ത് പ്രൊപ്പോർഷണലേറ്റായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്.
20 വർഷം മിനിമം എന്ന് പറഞ്ഞാൽ 20 വർഷം വരെക്ക് മുകളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം. അത് 20 വർഷം പാർലമെന്റ് നിശ്ചയിച്ച മിനിമം കൺവിക്ഷനാണ്. അത് ഒരു കോടതിയുടെ ഔദാര്യമല്ല, അത് പ്രോസിക്യൂഷന്റെ അവകാശമാണ്. പലപ്പോഴും ജഡ്ജിയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോഴും ഈ ഒരു നിരാശയാണ് താങ്കൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല. ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 3.5 വർഷം ഈ കോടതിക്കകത്ത് വെന്ത് നീറിയത്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും, അതിനുള്ള പരിഹാരങ്ങൾ നേടും. തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല എന്നുള്ളല്ലോ, പരിപൂർണ നീതി കിട്ടിയില്ല എന്നാണ്. പ്രോസിക്യൂഷൻ ഒരർത്ഥത്തിൽ നോക്കിയാൽ പരാജയപ്പെട്ട എന്ന ചോദ്യത്തിന് ആദ്യത്തെ, അതായത് ക്രൈമിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ, നടിയെ ആക്രമിച്ച് കൂട്ടബലാത്സംഗം നടത്തിയ പ്രതികളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ കൂട്ടബലാത്സംഗത്തിൽ ഏറ്റവും മിനിമം ശിക്ഷയാണ് 20 വർഷം കഠിന തടവ് എന്നുള്ളത്. ആ മിനിമം ശിക്ഷയ്ക്ക് ഉപരിയായി അവരുടെ പ്രായത്തെ പരിഗണിക്കുന്നു, അവരുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയെ പരിഗണിക്കുന്നു. നോക്കൂ, നമ്മുടെ നാട്ടിൽ തെറ്റ് ചെയ്യുന്നതിന് പ്രായമില്ല, പക്ഷേ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ പ്രായം പരിഗണിക്കുന്നത് ഏത് മര്യാദയാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അഡ്വക്കേറ്റ് അജകുമാർ കൃത്യമായി പറയുന്നുണ്ട്, പ്രോസിക്യൂട്ടർ എന്ന രീതിയിൽ തനിക്ക് നീതി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ നടിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന്. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ പിഴ നൽകാൻ കോടതി വിധിയിൽ പറയുന്നുണ്ട്. 5 ലക്ഷം രൂപ നൽകാൻ എന്നൊക്കെ പറയുമ്പോൾ ആ നടിയുടെ മാനസികാവസ്ഥ, ആ പെൺകുട്ടി കടന്നുപോയ ട്രോമയെക്കുറിച്ചൊക്കെ കോടതി പറയുന്നുണ്ടെങ്കിലും അത് ശിക്ഷാവിധിയിൽ കാണിക്കാതെ പോയത് എന്തുകൊണ്ടെന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. എന്തായാലും 1-ാം പ്രതി സുനിലിന് IT ആക്ട് പ്രകാരം 5 വർഷം കൂടി തടവുണ്ട്. പക്ഷേ ഇത് 20 വർഷത്തെ കഠിന തടവിനൊപ്പം അനുഭവിച്ചാൽ മതിയെന്നും 1-ാം പ്രതി പൾസർ സുനി ഇതിനോടകം തന്നെ 7.5 വർഷം വിചാരണ തടവുകാരനായി കഴിഞ്ഞതുകൊണ്ട് ഇനി അയാൾ അനുഭവിക്കേണ്ടത് കേവലം 12.5 വർഷം കൂടി തടവാണ്. 2-ാം പ്രതി മാർട്ടിന് 13.5 വർഷം കൂടി തടവിൽ കഴിയേണ്ടി വരികയുള്ളൂ. ബാക്കിയുള്ള 4 പ്രതികൾക്ക് 15 വർഷം കൂടി തടവിൽ കഴിയേണ്ടി വരും. അതായത് ഇവർ വിചാരണ തടവുകാരായി കഴിഞ്ഞ ഇത്രയും കാലത്തിനുള്ളിൽ അതിനെയും കോടതി എന്ത് കണക്കാക്കുന്നുണ്ട്? ശിക്ഷ അനുഭവിച്ചതായി കണക്കാക്കുന്നുണ്ട്. എന്നാലും കേരളത്തിൽ നടുക്കിയ കോളടക്കം ഉണ്ടാക്കുന്ന ഒരു ബലാത്സംഗ കേസിൽ ശിക്ഷ ഇങ്ങനെ വരുമ്പോൾ സത്യത്തിൽ പ്രോസിക്യൂട്ടർ അജകുമാർ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നീതി ലഭിച്ചോ എന്ന് നമുക്ക് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. എന്താ തന്നെയായാലും അപ്പീൽ പോകുന്നുണ്ട്. ഉയർന്ന കോടതികളിൽ നടിക്ക് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.